അയ്യോ, എന്തു പറ്റി മോളെ? സംസാരത്തിലൊരു പതർച്ചയുണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലമ്മേ. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ 1-2 തവണ വോമിറ്റ് ചെയ്തായിരുന്നു. അയ്യോ, അതെന്തു പറ്റി? എന്താണെന്ന് അറിയില്ലമ്മേ. പേടിക്കണ്ട മോളെ. ഈ സമയത്തെ മനം പുരട്ടലും ഛർദിയും ഒക്കെ സാധാരണയാ. അങ്ങനെയാ ഏട്ടത്തിയും പറഞ്ഞ. അത് അവക്കെങ്ങനെ അറിയാം? അവള് പ്രസവിച്ചിട്ടുണ്ടോ? പ്രസവിച്ചില്ലെങ്കിലും എല്ലാ സ്ത്രീകൾക്കും ഇതൊക്കെ അറിയില്ലേ അമ്മേ? മോളെ, ദേ അവളെ സൂക്ഷിക്കണേ. അവളെ അധിക നേരമൊന്നും അവിടെ പിടിച്ചു നിർത്തല്ലേ. അതെന്ത് വേണമെന്നേ ഞാൻ നോക്കിക്കോളാം. അമ്മ അമ്മയുടെ പാട് നോക്കി പോവാൻ നോക്ക്. ശരി. ശരി. ഒന്ന് 2 തവണ വൊമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ സന്തോഷായോ? സന്തോഷായി കാണും. പക്ഷെ മറച്ചു വെച്ചിട്ടല്ലേ സംസാരിക്കൂ. പുന്നാര മരുമോൾ അടുത്ത് കാണും. ഇപ്പൊ അവര് തന്ന മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയെന്നും പറഞ്ഞേ രണ്ടാളും കൂടെ ചിരിക്കുമായിരിക്കും. ചിരിക്കട്ടെ ചിരിക്കട്ടെ. ഇത്തവണ നമുക്ക് അവരെ നന്നായിട്ട് ചിരിപ്പിക്കാം. അതിനുവേണ്ട ഐഡിയൊക്കെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്തായി അമ്മേ? മോളെ, നേരത്തെ അവൾക്ക് അവശതയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോഴേ വയറ്റിലുള്ളതൊക്കെ പോയെന്നും പറഞ്ഞു. കുഞ്ഞു പോയോ? അല്ല മോളെ, അവളെ നന്നായിട്ട് വോമിറ്റ് ചെയ്തെന്ന്. അപ്പൊ പിന്നെ കുഞ്ഞു പോയിന്ന് കൂട്ടിക്കോ. കൂടെ ഒരുത്തിയുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോവായിരുന്നു. അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാൻ. കൂടെ ഉള്ളവള് കൊണ്ടുപോയിക്കോളൂ അമ്മേ. ഇനി അമ്മ വിളിക്കുമ്പോ നോക്കിക്കോ. കുഞ്ഞു പോയി എന്നുള്ള വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അയ്യോ എന്റെ ഭഗവാനെ, അതൊന്ന് കേട്ടാ മതിയായിരുന്നു. മോളെ, ഞാൻ മോളോട് പറഞ്ഞില്ലേ, തേങ്ങ അടിച്ചപ്പോഴേ അതുപോലെയാ പൊട്ടിയത്. ഇനിയിപ്പൊ കുഞ്ഞു പോവെന്ന് മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കും. എനിക്കും ഇന്ന് പ്രാർത്ഥിച്ചപ്പോ എന്തൊക്കെയോ നല്ലത് വരുന്നുള്ള തോന്നലുണ്ടായിരുന്നു. എന്നും നമ്മളെ മാത്രം ദൈവങ്ങൾ പരാജയപ്പെടുത്തില്ലല്ലോ അമ്മേ. അത് തന്നെയാ മോളെ ഞാനും പറയുന്നേ. നമ്മളെ മാത്രം എന്നും അങ്ങനെ പരാജയപ്പെടുത്തില്ലല്ലോ. മോളെ, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോൺ കോളാ നമുക്ക് വരാൻ പോകുന്നത്. ദേ കഴിയുന്ന എല്ലാ ദിവസവും അമ്പലത്തിൽ വരാൻ നോക്കണേ. ശബരിമലയ്ക്ക് പോവാൻ ചെറ്റകുത്തലും അയ്യപ്പം പാട്ടും മാലയിടലും എന്തൊക്കെയായിരുന്നു ചടങ്ങ്. ഇനി അങ്ങനെ ഒരു ചടങ്ങ് എന്റെ വീട്ടുമുറ്റത്ത് നടക്കാനേ പാടില്ല. ഇനി അങ്ങനെ നടന്നാ തന്നെ ദേ മാലയിടുന്നതും മലയ്ക്ക് പോകുന്നതും എന്റെ മകൻ ഉണ്ണി ആയിരിക്കണം, എന്റെ മേഘനൊപ്പം. മോള് വാ. എവിനെന്തു പറ്റി? എന്തിനാടാ വെറുതെ വികൃതമായി ചിരിക്കുന്നേ? അച്ഛ, ഇപ്പൊ ഒരു വാർത്ത ഉണ്ടായിരുന്നു. മലയ്ക്ക് പോയ 2 അയ്യപ്പന്മാര് കൊക്കയില് വീണ് മരിച്ചു. മാത്രമല്ല, കൂട്ടത്തിലുണ്ടായിരുന്ന വേറൊരുത്തൻ ഇപ്പൊ ഹോസ്പിറ്റലില, അതും വളരെ സീരിയസ് ആയിട്ട്. അയ്യപ്പന്മാരെ കൊക്കയെ വീണതിന് നിനക്കെത്ര സന്തോഷോ എന്ന് ചോദിച്ചാൽ കണ്ണനും 3 പേരും കൂടി മലയ്ക്ക് പോയതാണല്ലോ. ഏവൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? കൊക്കയിലേക്ക് വീണത് കണ്ണനും കൂട്ടരുമാണെന്നാണ് എവൻ ചിന്തിക്കുന്നത്. അങ്ങനെ ആയിക്കൂടാന്നുണ്ടോ?